ഹലോ ബഡീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. വേറൊന്നല്ല, ഞാൻ ക്രാഫ്റ്റിന്റെ വീഡിയോസ് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ഒരു ഷോപ്പിംഗ് വ്ളോഗ് അങ്ങനെയൊക്കെ എക്സെട്ര ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക, ഡേ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അപ്പോൾ ക്രാഫ്റ്റിന്റെ ചാനലാണ്. ഒന്നാമത്തെ തന്നെ ഞാൻ ക്രാഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടത് എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ലൈക്ക് അവർ ഉദ്ദേശിക്കുന്നത് ക്രാഫ്റ്റ് വീഡിയോ കാണാമെന്നുള്ള അതായത് ഫോളോവേഴ്സും വ്യൂസാണ് എൻ്റെ ഇപ്പോൾ ചാനലിലുള്ളത്. ആ വീഡിയോസ് കാണുമ്പോഴാണ് അവർ അത്യാവശ്യം കാണുന്നതും വ്യൂസ് കിട്ടുന്നതും. എൻ്റെ ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴുള്ള വ്യൂസാണ് ഈ ഒരു 4K അല്ലെങ്കിൽ 6K ഒക്കെ കാണുന്നത്. എൻ്റെ ക്രാഫ്റ്റ് വീഡിയോ കണ്ടിട്ടൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു നോർമലി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്ര വ്യൂസ് ഒന്നും കിട്ടാറില്ല. ഒരു അത്ര വ്യൂസ് ഒന്നും കയറാറില്ല. ലൈക്ക് ഒരു 500 വ്യൂസ് ഒക്കെ കയറത്തുള്ളൂ ഗൈസ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ഞാൻ വെറുതെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ ക്ലിക്ക് ആവാറൊന്നുമില്ല. അപ്പോൾ അവർക്ക് കൂടുതലും ക്രാഫ്റ്റ്, അതായത് ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ് എൻ്റെ എൻ്റെ വ്യൂവേഴ്സ് കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന വീഡിയോ അവർ അത് അത്ര കാണാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നല്ല, ഇന്ന് എൻ്റെ ഒരു റൂം, അതായത് എൻ്റെ റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന്. അതായത് ചെയ്യാമെന്നല്ല, ലൈക്ക് ചെയ്താലോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, ലൈക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഇന്ന് ചെറിയൊരു പരിചയപ്പെടുത്താം. ലൈക്ക് എൻ്റെ റൂമിൻ്റെ മേക്ക് ഓവർ എങ്ങനെ, ഏത് തീമിൽ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം. അതിന് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് ഇത് ഞാൻ എൻ്റെ റൂം പണിയേക്കാൾ മുമ്പ് ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഇത് ഞാൻ പെയിൻറ് ചെയ്തതാണ്. ലൈക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല, പോർട്രേറ്റ് ആണ് തോന്നുന്നത്. പോർട്രേറ്റ് ആണ്. ലൈക്ക് ഫ്രെയിം വന്നിട്ട് ലാൻഡ്സ്കേപ്പിലാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നാലും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ടേബിളിൽ ഇങ്ങനെയാലും വെക്കാം. പക്ഷെ അതിൻ്റെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ട്. അത് പോർട്രേറ്റ് ആണ് ഇരിക്കുന്നത്. അത് സാരില്ല, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത എൻ്റെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ബയൽ കൊടുക്കാം. ചെയ്ത വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട്. അപ്പോൾ ഇതൊന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ റൂം പണിയുമ്പോൾ ഉറപ്പായിട്ടും വെക്കണം എന്ന് തീരുമാനിച്ച ഒരു ഫ്രെയിമാണ്. അത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വരച്ചത് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തത് ഈ ഒരു ഫ്രെയിമാണ്. ലൈക്ക് ഇതും ഞാൻ വരച്ചതാണ് കേട്ടോ ഗൈസ്. ഇത് ഒരു ലീഫിൻ്റെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു മെമ്മറിയിൽ ഞാൻ വരച്ച ഒരു ഇതാണ്. റെഫറൻസും കാര്യങ്ങളും നോക്കി വരച്ചതാണ് പിൻട്രസ്റ്റിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് റൂമിൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ വെക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ പിന്നെ വേറെ ഈ ഒരു സംഭവം ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. എല്ലാം ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇതൊന്നും കൂടി ഇഷ്ടമായി എനിക്ക്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ടോയ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇതൊരു ടോയ് ആണ് ഗൈസ്. ഇത് ഞാനത് മാറ്റിയെടുത്തതാണ്. ലൈക്ക് ഞാനിത് വർക്ക് ചെയ്ത് മാറ്റിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ മാറ്റിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ലൈക്ക് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് കാട്ടിത്തരാം. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാനൊരു ലാമ്പ് കൂടി കാണിച്ചു തരാം. പിന്നെ ഈ ലൈറ്റ് കത്തുന്ന ലാമ്പ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇതും കൂടി പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ് രാത്രി കത്തി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓൺലൈൻ തന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ
ഇടാം. ലൈക്ക് ഇതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്ത വീഡിയോയുടെ സംഭവങ്ങളൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് മേക്ക് ഓവർ എന്തായാലും ചെയ്യണം റൂമിൽ. അപ്പോൾ റൂം മേക്ക് ഓവർ പാർട്ടായിട്ട് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ റൂം. ഓൾറെഡി ബെഡ് ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഫ്ലോറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് വാഷ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. പിന്നെ ജനലും കാര്യങ്ങളും വാതിലൊക്കെ വെച്ചിട്ടുണ്ട്, ടൈലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പണികളാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത വൈറ്റ് പ്ലെയിൻ കർട്ടനാണ് കേട്ടോ. അപ്പോൾ പ്ലെയിൻ കർട്ടൻ തന്നെ വേണമെന്ന് വാശി പിടിച്ച് കസ്റ്റം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് റെഫറൻസ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടു വെച്ചിട്ടുണ്ട്. സോ ഇതായിരിക്കും റെഫറൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് എൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊക്കെ മാറ്റണം. നല്ല ഒരു സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ലൈക്ക് ഇൻഷാല്ലാ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. കാര്യം കുറച്ച് കാര്യങ്ങൾ മേടിക്കാറുണ്ട്, ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഓൺലി വൈറ്റ് വാഷ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും കളർ തീം ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒലീവ് ഗ്രീനും വൈറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ ചെയ്യണം, മേക്ക് ഓവർ വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്കൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.